അപ്പോൾ ഗൈസ് നമ്മുടെ ചാലഞ്ച് ഡേ 2 ആണ് കേട്ടോ. സ്വിഗ്ഗി ഇന്നാണ് നമ്മുടെ ഡേ 2. അപ്പോൾ ഇന്ന് നമുക്ക് ഓടിയിട്ട് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഹോട്ടലിൽ പോയി ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഹോട്ടലുകാർ ലാഭത്തിലാവും, ഞാൻ നഷ്ടത്തിലാവും. അപ്പോൾ നമ്മുടെ ചാലഞ്ച് ഫെയിലായി പോകും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് വളരെ ലേറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താ കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, വളരെ ലേറ്റായിട്ട് കുറച്ച് ഇഡലി മാത്രം എടുത്തിട്ടുണ്ട്, കുറച്ച് സാമ്പാറും കുറച്ച് ചായയും. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഇറങ്ങാം. ഓക്കെ ഗൈസ്, പിന്നെ ഉച്ച വരെ ഓടി. ഉച്ചയ്ക്ക് ശേഷം അധികം ഓർഡറും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ അത് മാത്രമേ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ വന്നിട്ട് ഫോണും കുത്തിയിട്ടിട്ട് ഇങ്ങനെ ഇവിടെ പോസ്റ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ 1 വീക്ക് ചാലഞ്ച് 1 മന്ത് ആക്കേണ്ടി വരുമല്ലോ ഈശ്വര. ഗൈസ്, അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ഒരു ഓർഡർ കിട്ടിയ ഓർഡർ കണ്ടോ, ഇതുപോലത്തെ വലിയ 2 പെട്ടികൾ. എനിക്ക് തോന്നുന്നു വല്ല കാറ്ററിംഗുകാരെങ്ങാനും സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തതാണോ എന്തോ. എടാ, ഫുഡൊക്കെ ഓർഡർ ചെയ്യണത് എന്തുവാടി, ഒരു ലിമിറ്റൊക്കെ വേണ്ടടാ. പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഇതുപോലത്തെ 2 പെട്ടി കിട്ടിയാലും ആ ഓർഡർ ക്യാൻസലായിപ്പോയി. ആ 2 ബോക്സ് ഫുഡും എനിക്ക് കിട്ടി. ഒരു പകുതി എണ്ണ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിക്കാനുള്ളത് തുറന്നു വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് ഫ്രിഡ്ജിലുണ്ട്. ബാക്കിയുള്ളത് എൻ്റെ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുത്തു, സ്വിഗ്ഗിയിൽ ഓർഡറിന് കൂട്ടുകാർക്കൊക്കെ കൊടുത്തു. അങ്ങനെ ആ ഓർഡർ ക്യാൻസൽ ആയതുകൊണ്ട് എല്ലാവർക്കും എനിക്ക് ഒരു ദാനധർമ്മം എന്ന രീതിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി. പിന്നുണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ, ഗുണമൊന്നുമില്ല, ആ കിട്ടിയ പ്രോഫിറ്റ് ഇതാണ്: 651 രൂപ. 11 മണിക്കൂർ ഓടിയിട്ട് 651 രൂപ, 11 ഓർഡർ പ്ലസ് നമ്മുടെ ഇൻസെൻറ്റീവ് 75 രൂപ. അപ്പം മൊത്തം 681 പ്ലസ് 75 756 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പം നമ്മുടെ ഡേ 2 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡേ 3 ഓടിയിട്ട് നോക്കാം. ഓക്കെ.